മൈഗ്രെയിൻ പേഷ്യൻസ് യൂഷ്വലി തലവേദന, വൊമിറ്റ് ചെയ്യാൻ തോന്നുക, ലൈറ്റും സൗണ്ടും സ്മെല്ലും ഒന്നും തീരെ പറ്റണില്ല, ക്ഷീണം, ഇങ്ങനെ ചില സിംറ്റംസ് ആണ് കോമൺ ആയി പറയുക. പക്ഷെ മറ്റ് പല ലക്ഷണങ്ങളും അവർക്ക് ഉണ്ടാവാം. ഇപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, വയറുവേദന, വയറിൽ ഗ്യാസ് നിറയുക, ഇടവിട്ട് ടോയ്ലറ്റിൽ പോകണം തോന്നുക, കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലും മൈഗ്രെയിൻ ഗ്യാസ്ട്രിക് ഒറിജിൻ ആയിരിക്കും. കുറച്ചു പേർക്ക് തലവേദന വരുമ്പോൾ മൂക്കടപ്പ്, ജലദോഷം, കഫക്കെട്ട്, കണ്ണിന്ന് വെള്ളം വരിക, തലയിൽ ഭാരം തോന്നുക, പ്രത്യേകിച്ച് അലർജീന്റെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഇങ്ങനെ ചില ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഇവർക്ക് മൈഗ്രെയിനിന്റെ കൂടെ സൈനസൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൈഗ്രെയിൻ ഉള്ള ഒരുപാട് പേർക്ക് ഉറക്കക്കുറവ്, ക്ഷീണം, മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ ഒക്കെ പറയുന്നത് കേൾക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ബോഡിയിൽ വൈറ്റമിൻ ഡി കുറവുള്ളതായി കാണാറുണ്ട്. തലവേദന മാത്രമല്ല, അതിനോടൊപ്പം വരുന്ന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കറക്റ്റായി മനസ്സിലായാൽ മാത്രമാണ് അത് മൈഗ്രെയിൻ ആണോ, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നതിൽ ഇങ്ങനെയുള്ള സിംറ്റംസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് താഴെ കമന്റ് ചെയ്യാം.